ഹലോ ഗൈസ്, വെൽക്കം ടു വ്ളോഗ് 02. നിങ്ങളുടെ പേരൊന്നും കമന്റ് ചെയ്യാതെ നമുക്കൊരു പേര് കിട്ടില്ല. ചാനലിന്റെ പേര് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് തന്നെ എന്താ സജസ്റ്റ് ചെയ്യാനൊരു നിർബന്ധം നമുക്കുണ്ട്. നിങ്ങൾ തന്നെ ഒന്ന് സജസ്റ്റ് ചെയ്തതിനാൽ നമുക്ക് ആ പേര് വെച്ച് ഇൻട്രോ തുടങ്ങാൻ. ഇതിപ്പോൾ നമുക്കൊരു ഇൻട്രോ തുടങ്ങാൻ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എന്താണ് പറയുന്നത് അതായിട്ടുള്ളൂ. നമ്മള് സബ്സ്ക്രൈബേഴ്സ് പറയുന്നവരെ ചെയ്യുള്ളൂ. നമ്മളെ 1000 സബ്സ്ക്രൈബേഴ്സ് ആയ ഈ എഫ്സെറ്റ് ഗിവ് അവേ ഉണ്ടോ? അതിന് നിങ്ങളുണ്ടോ? നമ്മളെ കൊണ്ട് പറ്റുമല്ലോ പറഞ്ഞോളാം. ഇന്നലെ ഇറക്കിയ സാധനം ഇങ്ങോട്ട് കാണിക്ക്. ആ വീട്ടടക്കിന്റെ വർക്കാണ്. വേണേ ഒന്നും പറയാനില്ല, ഷെയർ ചെയ്യാ, 1000 സബ്സ്ക്രൈബ് ഉണ്ടാക്കുക. ബാക്കി നമ്മൾ ഈ ഹോട്ടലിലെത്തി പറയാം. പരിപാടി പൊട്ടിക്കായി. ഹോട്ടൽ അടിച്ചില്ല, ഹോട്ടൽ തുറന്നുണ്ടാക്കുക, ഫുഡില്ല. ഹോട്ടല് തുറന്നു ഭക്ഷണമില്ല. നാളെ നമ്മളൊരു സമരം നടത്താനാണ് ഇപ്പൊ പ്ലാൻ. അയാം പ്രസിലാണ് ഇതൊന്നെന്തിനെ വിളിക്കുന്നത്. ഹലോ പറ. ആ ഞാൻ നമ്മളങ്ങനെ ഒരു സ്ഥലമില്ല. റോഡിലുണ്ട് എന്താ പറയാ ആവശ്യം പറ. ഞാൻ ഇരിക്കാണ് പി എസ് ഹോട്ടൽ ചാമ്പ്യൻസിലേക്ക് ഇപ്പം നമ്മൾ എത്തിയത് കുട്ടിക്കുളങ്ങര മുണ്ടൂരിന് ഇടയിലുള്ള ഒരു തട്ടുകടയിലാണ്. ഇവിടുത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിച്ചൊരു എക്സ്പീരിയൻസ് ഇല്ലാണ്ട് വന്നതാണ്. നമുക്കെല്ലാം ഇഷ്ടപ്പെട്ടാണ്ട് വന്നതാണ്. കിടിലം എന്ന് പറഞ്ഞാൽ 2x കിടിലം ശരിയായ സാധനം. ആംപ്ലേറ്റിൽ ഉള്ളിയിട്ട് ആംപ്ലേറ്റിൻ്റെ ഒരു എക്സ്ട്രീം ലെവലാണ് എടുക്കുന്നത്. വെറും 15 രൂപ. അതിൻ്റെ ലാഭമില്ല. കൂടെ നമുക്കൊരു മധുരം കഴിക്കാൻ തൊട്ടടുത്ത് ഇപ്പോൾ ഒരു കടയും വന്നിട്ടുണ്ട്. ഇപ്പോൾ വന്നാണ്, ന്യൂലി ഓപ്പൺ ആണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ QR വേണം. എല്ലാവരും വെറുതെ പൈസ 5 റുപ്യൻ്റെ പേട 6 റുപ്യക്ക് വരും. ഓഫേഴ്സും കൂടെ ഉണ്ട്. ഈ പേട ഉണ്ടോ? ഈ പേട അത് നിങ്ങൾ ചോദിച്ചു വാങ്ങണം. കിടിലം പോലത്തെ സാധനമാണ്. ഇതൊക്കെ ലൈഫിൽ ഇവിടെ കിട്ടുള്ളൂ. അത് നേരെ സ്വിറ്റ്സർലാൻഡ് ഇവിടെയൊക്കെയാണ് എക്സ്പ്ലോർ. ഇവിടുന്നാണ് അത്രയുള്ളൂ. കാണിച്ചിരിക്കുന്നതാണ് എന്റെ ഫാൻസ് ഇളകണം ഇത് കണ്ടിട്ട്. അതാണ് നമ്മൾ പറയാള്. ഇങ്ങനെ കുറെ ആള് 6 ആണോ ചോദിച്ചിട്ടുണ്ട്. ബാറ്റിൽ 6 ഒക്കെ അടിക്കണ്ടേ. ശരിയായ സാധനം. ഇവിടെ വന്ന് ഇങ്ങനത്തെ കുറച്ച് കാറ്റുകളൊക്കെ കാണാം. അറുക്കാൻ വന്ന കോഴികൾ കിടിലം മണം, അടിപൊളി മണം ഉണ്ട്. കോഴി ഇവിടെ ഉണ്ട്. കോഴി മച്ചാന കമ്പനിയാലോ വാ സീരീസ് ഒക്കെ പിന്നെയും പഠിക്കണോ? ഒരു CS ആണല്ലോ. മുമ്പ് ചീത്ത പറഞ്ഞാൽ നമ്മള് ക്യാമറ വല്ലേ ചോദിക്കല്ലേ? ആദ്യം വീഡിയോ ചോദിക്കല്ലേ? നാളത്തെ മാക്സിമം ഇല്ലെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കും മന്തി. എന്താ നാളെ ഫുൾമാർക്ക് അങ്ങനെ ഇന്ന വർഷം മന്തി തരണ്ടല്ലോ. അത് ചൂടായി കണ്ട് വാങ്ങണം, ചോദിച്ചു വാങ്ങണം. അല്ല ചൂടാവല്ല എടാ, മിസ്സുമാരോട് ചൂടാണ് പാടില്ല. ആ ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ടീച്ചേഴ്സിനെ എന്തെന്നുണ്ടെങ്കിലും നമ്മൾ റെസ്പെക്ട് ചെയ്യണം. സത്യം. ചൂടായി കണ്ട് ഇപ്പോഴത്തെ കുറേ പിള്ളേരൊക്കെ ഉണ്ട് ഈ കോളേജ് സ്കൂളിലൊക്കെ. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ തന്തവൈബാന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ തന്തവൈബാണ്. കാലത്തിന് അനുസരിച്ച് നമ്മൾ യാത്ര ചെയ്യണം. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങൾക്കല്ല, തോന്നിയ വശത്തിനല്ല. നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എന്തായിരുന്നു അങ്ങനത്തെ ആളുകളായത്. ബാക്കികൾ ചെയ്യുന്നു ചെയ്യാത്ത നമ്മളെ ബാധിക്കാൻ പാടില്ല. ഓക്കെ, ടീച്ചേഴ്സിനെ എപ്പോഴും റെസ്പെക്ട് ചെയ്യാം. ഇന്നത്തെ തോട്ട് ഓഫ് ദി ഡേ എല്ലാ ദിവസവും തോട്ട് കൊടുക്കുക. ഇന്ന് തോട്ട് ഓഫ് ദി ഡേ എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സിനെ റെസ്പെക്ട് ചെയ്യുക. നോ മാറ്റർ വാട്ട് വേർ. ടീച്ചേഴ്സിനെ മാത്രം റെസ്പെക്ട് ചെയ്തിട്ട് കാര്യമില്ല. ടീച്ചേഴ്സിനെ റെസ്പെക്ട് ചെയ്യണം എന്ന് പറയാം. ഗുരുനാഥന്മാർക്ക് അങ്ങനല്ല, ഗുരുനാഥന്മാർക്ക് കൊടുക്കേണ്ട ഒരു റെസ്പെക്ട് ഉണ്ട്. കാരണം ഓല് നമ്മളെ ഒരാളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു വലിയ ലോറി ഒരാളെ പഠിപ്പിക്കുക പറഞ്ഞാൽ അത്രയും വലിയൊരു അയാൾക്ക് ഒരു സെലൂട്ടുണ്ട്. നമ്മൾ കളിയാക്കല്ലോ സീരിയസ് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇങ്ങനെ കണ്ടത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പീടിയെ പോയി വാങ്ങുന്ന ഓരോ സാധനങ്ങളും അതല്ല രാത്രി ഇങ്ങനത്തെ കുറേ ലോറി ഡ്രൈവേഴ്സൊക്കെ ഒരുപാട് സാധനങ്ങൾ പീടിയെ കൊണ്ടുകൊടുത്തതാണ് നിങ്ങളൊക്കെ പിറ്റേന്ന് വാങ്ങുന്നത്. അപ്പോൾ ലോറി ഡ്രൈവർമാരെ ചീത്ത വരെ നടക്കണ്ടാവും. വയനാട് ചുരം വല്ലത്തെ ചുരമൊക്കെ കയറുന്ന സമയത്ത്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഓല പ്രശ്നം കൊണ്ടല്ല, ലോറി കയറാത്തതുകൊണ്ടാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അപ്പം എന്താണ് എല്ലാവരും റെസ്പെക്ട് ചെയ്യാൻ വേണ്ടി പഠിക്കുക. റെസ്പെക്ട് കൊടുത്താൽ എന്തായാലും തിരിച്ചു കിട്ടും. നമ്മൾ എന്താണ് കൊടുക്കുന്നത് അതാണ് നമുക്ക് കിട്ടുക. ടീച്ചേഴ്സിനെ മാത്രമല്ല, ടീച്ചേഴ്സിന് എന്തായാലും ചെയ്യണം. അത് അടുത്തൊരു ഇന്നത്തെ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മളെ നേരത്തെ പറഞ്ഞാൽ ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നത് 100 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കുക, വെബ്സൈറ്റ് നേടുക, അത്രേ ഇപ്പോൾ പറയാനുള്ളൂ. അപ്പം 5 6 7 8
ജാസ് മറ്റേ ജാസ് ഓണ്ടോ 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 ജാസ്മിൻ ഷർട്ട് ഉണ്ടോ അത് യൂട്യൂബിൽ വരും. മലപ്പുറക്കാരനെ എന്തപ്പോ ഇത്ര കാണിക്കുള്ളൂ. ഓർത്ത് വാർച്ചില്ല. ഇതെന്താ നേരത്തെ ചന്തി കുറച്ച് ആണെന്നുണ്ട്, ഇപ്പൊ ചന്തി ദിവസം പൊന്തിയണ്ട. പിന്നെ കണ്ണൂരിന്നാലെന്താവാ അഭിനയം കണ്ടല്ലേ പരിപാടി ചൊവ്വാഴ്ച കോർഡിനേറ്റർ അത് ഗെയിംസ് ഉണ്ടാവില്ലേ അത് ജസ്റ്റ് ആടല്ലോ. ഇങ്ങനല്ല ആ അടിയിലായി അടിയിലായി. വെല്ലുവിളിച്ചു വന്നു. എന്നിപ്പോ വലിയ പുള്ളിയാണ്. ഇതാണ് ശരിയായ വെല്ലുവിളി. ശരിയായി എത്ര ഹൈസ്കോർ എത്രയായി? ഫോണുണ്ട്. കാര്യപ്പെട്ട ആളാണ്. ഹലോ യൂണിയന്റെ ഗെയിംസിന് ഒരു 4 ആളെ കമ്മിറ്റിയിലേക്ക് വേണം. ഫോർ യൂട്യൂബ് ഷർട്ട് ഇടില്ല. ഷർട്ട് ഉണ്ടോ? വിവേക് വ്ളോഗ് കയറണോ? വ്ളോഗ് കയറണമെങ്കിൽ ഇഗ്നോർ ചെയ്ത് ജാസി ഒന്ന് ഷർട്ട് ഇടുമോ? ഇവിടെ ആകെ ഷർട്ട് പൊന്തി നമുക്ക് തട്ടിടൂ. ഇവിടെ ട്രൗസറിന് കേട്ടോ ഒന്നും ഇവിടെ എല്ലാം ട്രൗസറുണ്ട്. കണ്ണെന്താ ചൂത്തിന്? ഓ ജാസിമ് യൂട്യൂബ് തുടങ്ങിയപ്പോ ഭയങ്കര ക്ലാസ് ഒക്കെ തുടങ്ങി. ഷർട്ടൊക്കെ ഇട്ട് അല്ല ഈ ടീഷർട്ട് ഇന്ന് അവൻ കാണുന്ന അതേല്. എന്തൊരു നാച്ചുറൽ അല്ലേ. ആരെ പെണ്ണ് ആലിക്കുന്നുണ്ടെങ്കിൽ ഇവനെ കെട്ടണ്ട. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. എന്ത് വില ഒന്നും നിങ്ങൾ കെട്ടിയിരിക്കാൻ വേണ്ടി ഇവനെ കെട്ടണ്ട. തട്ടിട് ഷർട്ട് ഇവിടെ വരെയല്ലോ അതാട്ടോ. അത് കവർ ചെയ്ത എന്തോ കണ്ണൊക്കെ ചോത്തെന്തായിരുന്നു. ഇപ്പം തുടങ്ങിയിട്ടില്ല. ആകർഷ മൊയിലേര് പഠിക്കാണ്. കമ്മിറ്റിയിലേക്ക് ആളെ കടത്തി കൊടുക്കുന്നത്. ഡെഡിക്കേഷൻ ആണ്. ഇത് RVS 12:40. ഓ ചൂടാന്ന്. ഇതാണ് തനിക്കണോ? ക്യാമറ ഓഫ് ആക്കിയാ തനിക്കണോ? ആകർഷമേര് പഠിക്കാണ്. പഠിക്കുന്നവർ പഠിക്കട്ടെ, പഠിക്കാത്തവർ ചെരിഞ്ഞു ചെരിഞ്ഞു. എടോ ഇന്നിപ്പോ ഒരു ഭയങ്കര ലെങ്ത് ഞാൻ ഇത്രയും വിളിച്ചിരുന്നൊരു കാര്യം